അപ്പോൾ ഹായ് ഗൈസ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മെറ്റൽ ക്രിസ്റ്റ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ എമ്പുരാൻ എമ്പുരാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു എന്തുവാ ഫുൾ ത്രില്ലിൽ തന്നെ പോയിട്ട് കണ്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ വിചാരിച്ചായിരുന്നു അത് ഭയങ്കര മീൻസ് കാരണം എല്ലായ്പ്പോഴും ഫസ്റ്റ് നല്ലതായിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരുന്ന സമയത്തേക്കും നമുക്ക് എന്താ പറയേണ്ടത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവാനായിട്ട് ഭയങ്കര ചാൻസസ് ഭയങ്കര അധികം കൂടുതലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റിൻ്റെ അത്രയും എന്തൊക്കെ പറഞ്ഞാലും സീക്വൽസ് വരാറില്ല. പക്ഷെ ഇത് അതിന് മണ്ടയ്ക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കൊള്ളാം. മീൻസ് അതിപ്പോൾ ഓരോ പോർഷൻസ് വെച്ചിട്ട് അങ്ങനത്തെ രീതിയിലിരിക്കും. ചെറിയൊരു ഡ്രോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അതിനകത്ത് ആ ഒരു സാധനം കാണിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് അസമിലെത്തിയപ്പോഴേക്കും ചെറുതായിട്ട് ഒരു എന്തുവാ അല്ല വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നമുക്ക് എന്താണ് ഇപ്പോൾ എന്തുവാ നമ്മളിപ്പോൾ ഉറക്കമൊന്നും ഉറങ്ങാതെ അവിടെ ചെന്നിരിക്കുന്നവർക്ക് ഫുൾ എന്നുള്ള ആ ഒരു ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ആ രീതിയിൽ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പഞ്ച് വേണ്ടേ. ആ സാധനമൊക്കെ ആ സ്ഥലത്തൊക്കെ കുറച്ച് കുറവായിരുന്നു. കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് പണം കത്തി കയറുകയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഫസ്റ്റ് തുടക്കമൊക്കെ വരുന്നത്. അതിന് ശേഷമാണ് എല്ലാം കയറുന്നത്. ഖുറേഷി എബ്രഹാം വരും. അപ്പം അങ്ങനത്തെയൊക്കെയാണ്. എന്തായാലും ട്രെയിലറിനകത്ത് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഇനിയും കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. അതൊക്കെ നല്ല രീതിക്കുണ്ട്. കാരണം ഇത് ഈ ഡയറക്ഷൻ നല്ല രസമുണ്ട്. കാരണം ഒരു വെറൈറ്റി ഡയറക്ഷനായിട്ട് എനിക്ക് തോന്നി. ചില സ്ഥലത്ത് ഡ്രോപ്പ് ആവുന്നു, ചില സ്ഥലത്ത് ഹൈ ആയിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ട് ലോ ആവും, പിന്നെ ഹൈ കയറും, പിന്നെ ലാസ്റ്റ് കൊണ്ട് അങ്ങ് ഹൈ ആക്കുക. ലാസ്റ്റ് ഓ ഒരു രക്ഷയുമില്ല. ലാസ്റ്റത്തെ കുറച്ച് ഭാഗമുണ്ട്, പിന്നെ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും ആ ഫ്രെയിംസ്, അത് ഏതാ അന്യായ ഫ്രെയിംസ് സത്യം പറയാമല്ലോ. അതൊക്കെ എങ്ങനെ ഇതെന്നുള്ള രീതിക്ക് നമുക്ക് തോന്നിപ്പോ. ആ കുറച്ച് ഭാഗങ്ങളുണ്ട്, ഉഗ്രനാണ്, കിടിലമാണ്. പിന്നെ ഗൈസ് ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്തേക്ക് ചെറുതായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, അത് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഇത് വരുമല്ലോ. ഫസ്റ്റ് വെച്ച് നമ്മൾ പോയി കണ്ടത് വെച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസിനകത്ത് ചെറിയൊരു നമുക്ക് ഡ്രോപ്പ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത്. മാസ് എലമെന്റ് ആണ് കേട്ടോ. ആ അത് എന്തുവാ ഇത് ഫുള്ള് പക്കാ മാസ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ മാത്രമല്ല, പക്ഷെ ഇതൊരു വെൽ മാസ് പ്ലസ് ക്ലാസ് ആൻഡ് ഓൾസോ എന്താ പറയേണ്ടത് അങ്ങനത്തെ രീതിയിലുള്ള ഒരു പടമാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ആ അറ്റംപ്റ്റ് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്, ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട് കാരണം ഓരോ ഫ്രെയിം ടു ഫ്രെയിം കിടിലമായിട്ടുണ്ടായിരുന്നു. ആ ഒന്നും പറയാനില്ല, ഈ ഫ്രെയിംസ് ഒക്കെ കിടിലമാണ്. ഓരോ ഓരോ പോർഷൻ കഴിയുമ്പോഴും പടത്തിന്റെ ഓരോന്നും മാറി 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 റിഫൈനായി റിഫൈനായി ലാസ്റ്റ് കൊണ്ട് നിർത്തുമ്പോൾ അയ്യോ അതൊരു റിഫൈൻമെന്റ് ആണത്. ആ ഒരു സ്ഥലത്ത് ആ ഒരു ടോണ്, ആ ഒരു ലൈറ്റിങ്, അത് രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അതിനകത്തൊരു സസ്പെൻസും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെ പറയണം ഏതൊക്കെ പറയണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പോയിലറായി പോകും. അതുകൊണ്ട് നോൺ സ്പോയിൽ ട്രെയിലർ ഗൈസ്. ട്രെയിലർ ഒന്ന് ഫിലിം റിയാക്ഷൻ, ഫിലിം റിയാക്ഷൻ എന്നല്ലല്ലോ, ഒപ്പീനിയൻ അല്ലേ. ആ അപ്പോൾ അത് അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇനി ബൈ ബൈ ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം മെറ്റൽ ക്രിസ്റ്റ. ആൻഡ് ഹിയർ ബൈ മെറ്റൽ ക്രിസ്റ്റ സൈനിങ് ഔട്ട്. പീസ്.